ഫ്രണ്ട്സ്, തെണ്ടി തിരിഞ്ഞ് കുത്തുവാളെടുത്ത് നിൽക്കുന്ന സമയത്താണ് വണ്ടിയും കൂടെ എനിക്ക് 8ൻ്റെ പണി തന്നിട്ടുണ്ട് കേട്ടോ. വണ്ടിയെ കൊണ്ടുവന്ന് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. സെൽഫ് കംപ്ലൈൻറ്റ്, ചെറുതായിട്ടൊരു ലീക്കാണ് കേട്ടോ. എന്തായാലും വർക്ക്ഷോപ്പിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. നല്ല ഒടുക്കത്ത വിശപ്പ്, മണി 2:30 കഴിഞ്ഞിട്ടുണ്ട്. നേരെ ഒന്നും നോക്കിയില്ല, മുമ്പ് കഴിച്ചൊരു കടയാണ് കേട്ടോ. ഫുഡ് കൊള്ളാമെന്നുള്ള രീതി ആയതുകൊണ്ട് ഇന്നും അവിടെ തന്നെ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് പറയാനാണ്, നമ്മുടെ മണിക്കുട്ടൻ ചേട്ടൻ പറയുക, കറികളൊക്കെ തീർന്നിട്ടുണ്ട്, ഉള്ളത് വെച്ച് തന്നോളാൻ പറഞ്ഞ്. അങ്ങനെ ഉള്ള ചോറുണ്ട്, കറികളൊക്കെ കുറവാണെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഞാൻ എന്തായാലും കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. എനിക്കുള്ള കറികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ മതിയെന്ന്, ധാരാളമല്ലേ. അപ്പോൾ നല്ല അവിയലും എന്ത് പറയാനാണ്, നെല്ലിക്ക അച്ചാറും ഒക്കെയുണ്ട്. ഞാനിതാ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. എനിക്ക് സാമ്പാർ മതിയെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്ക് സാമ്പാറും ചോറും ഭയങ്കര ഇഷ്ടമാണ്. ചൂട് ചോറും സാമ്പാറും. മീൻകറി എനിക്ക് വലിയ താല്പര്യമില്ല, എന്തായാലും ചൂട് ചോറും സാമ്പാറും ഒക്കെ വാങ്ങിച്ച് വിടുവിടാൻ കഴിക്കാനായിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ചേട്ടനാണ് എന്നോട് സൊറ പറയുന്നത് കേട്ടോ. എന്തായാലും ചേട്ടനോട് സംസാരിച്ചതേ ഭക്ഷണത്തിൻ്റെ മുൻപിലിരുന്ന് അത് ആസ്വദിച്ച് കഴിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. വിശപ്പ് അത്രമാത്രം വിശപ്പുണ്ട്. എന്തായാലും നല്ല കറികളൊക്കെ ഉള്ളതൊക്കെ എടുത്തും കൊണ്ട് ഊറ്റിപ്പറക്കി എടുത്തുകൊണ്ട് വരുന്നതാണ് കേട്ടോ. മീനൊക്കെ അപ്പോൾ ഉള്ളത് എനിക്കിത് മതി, ധാരാളമാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പേഴുമൂട് എന്ന പറയുന്ന സ്ഥലത്താണ് മണിക്കുട്ടൻ ചേട്ടൻ്റെ കടയാണ്. ഉച്ചയ്ക്ക് ഊണും രാവിലെ കാപ്പി അങ്ങനെയൊന്നുമില്ല, ഉച്ച ഊണുണ്ട്. ഉച്ചയ്ക്ക് പുട്ടും ഇറച്ചിയൊക്കെ ഉണ്ട്. സംഭവം എല്ലാം തീർന്നിട്ടുണ്ടെന്ന്. എന്തായാലും നല്ല ആസ്വദിച്ച് തന്നെ ഞാൻ കഴിക്കുന്നത്. കോഴി ഇറച്ചി കൊണ്ടുവച്ചിരിക്കുകയാണ്, പെരട്ട്. ഞാൻ കഴിക്കത്തില്ല കേട്ടോ, പക്ഷേ എൻ്റെ അടുത്തിരിക്കുന്ന ക്യാമറാമാന് വേണ്ടിയാണ് ഇത് ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നത്. എന്തായാലും നല്ല പപ്പടവും സാമ്പാറും അവിയലും നല്ല എന്താ പറയുക, ആർക്കാണ്ട് പൊതിഞ്ഞ് വെച്ചിരുന്ന കുറച്ച് തോരനും കൂടെ കൊണ്ടുവന്ന് എനിക്ക് തട്ടി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം ആസ്വദിച്ച് നന്നായിട്ട് കഴിക്കുന്നത്. നല്ല ഫുഡാണ് കേട്ടോ. ഇതുവഴി പോകുന്ന പ്രിയ സുഹൃത്തുക്കൾ ഈ കടയിൽ കയറി കഴിക്കുന്നത് തുച്ഛമായിട്ട് ഉള്ള വിലയ്ക്ക് അടിപൊളി ഫുഡാണ്. ഞാൻ 1-2 നേരത്തെ ഒരിക്കൽ വന്നത് ഇപ്പം 2ാമത്തെ പ്രാവശ്യമാണ്. എനിക്കിതിലൊരു കുറവും പറയാനില്ല. അടിപൊളി ഫുഡാണ് കേട്ടോ. പറയാണ്ടിരിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കറികൾ. നമ്മളെ വീട്ടിൽ വെക്കുന്ന കറികളെ കൂട്ട് അത്ര ടേസ്റ്റാണ് ഫുഡ്. എന്താ പറയുക, നല്ല നമ്മുടെ നൊത്തോലിയും ചാളയും ഒക്കെ വറുത്ത മീനാണ് കേട്ടോ. വറുത്ത മീൻ കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. അടുത്ത് നമ്മുടെ കപ്പത്തുണ്ട്, നമ്മുടെ അതും കൂടെ കൂട്ടി ഞാൻ കഴിക്കുകയാണ്. എന്തായാലും മണിക്കുട്ടൻ ചേട്ടനാണ്. ചേട്ടനോട് കുറച്ച് നേരം കഥകളും പറഞ്ഞ്, ചേട്ടൻ്റെ വൈഫ് തൊട്ടടുത്ത് തന്നെയാണ് ഒരു തയ്യൽ കട ഇട്ടിട്ടുണ്ട്. അപ്പം വൈഫ് അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ വണ്ടി കിട്ടിയിട്ടില്ല. അടുത്തൊരു ബസ്സിൽ കയറി ഞാനത് എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ബസ് കിട്ടിയിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് ബസ്സിലെ യാത്ര. കൊള്ളാം, നല്ല രസമുണ്ട്. പക്ഷേ ബസ്സിൽ കയറി എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും കേട്ടോ. അതാണ് പ്രശ്നം. ഞാൻ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ബസ്സിൽ ഇരിക്കുന്നതല്ലേ. അപ്പോൾ എന്തായാലും ഉറങ്ങിയില്ലെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഓടിയെത്താം കേട്ടോ.